നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പരപ്പനങ്ങാടി കരിങ്കല്ലത്താണിയിൽ മധ്യവയസ്കന് വെട്ടേറ്റു. പ്രതി വെട്ടിയ ആയുധവുമായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഒരാളും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. $40 കോടിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് പഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയർ രണ്ടാമത് മലപ്പുറം ജില്ലാ സമ്മേളനം ഒക്ടോബർ 19 ഞായറാഴ്ച തിരൂർ വാഗൻ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കും. മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. ടാസ് തിരൂരിന്റെ ഒക്ടോബർ മാസ പ്രോഗ്രാം ദീപാവലി ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ പ്രതിഭാ ചെമ്മാട് അവതരിപ്പിക്കുന്ന കടൽ തീരത്ത് എന്ന അമേച്ചർ നാടകവും അരങ്ങേറും. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വാഹിദ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പരപ്പനങ്ങാടി കരിങ്കല്ലത്താണിയിൽ മധ്യവയസ്കന് വെട്ടേറ്റു. പ്രതി വെട്ടിയ ആയുധവുമായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ചിറമംഗലം സ്വദേശി വാൽപ്പറമ്പിൽ 61 വയസ്സുകാരനായ കോയക്കാണ് വെട്ടേറ്റത്. വെട്ടേറ്റ കോയയുടെ നില ഗുരുതരമാണ്. പരപ്പനങ്ങാടി കരിങ്കല്ലത്താണി ചെമ്മാട് റോഡിൽ ഇന്ന് രാവിലെയാണ് സംഭവം. ചിറമംഗലം സ്വദേശി വാൽപ്പറമ്പിൽ കോയക്കാണ് വെട്ടേറ്റത്. ഇയാൾ പ്രാദേശിക CMP പ്രവർത്തകനാണ്. ഇയാളെ ആക്രമിച്ച ചിറമംഗലം തിരിച്ചിലങ്ങാടി പള്ളിപ്പുറത്ത് മുഹമ്മദ് എന്ന ആദംബാവ പരപ്പനങ്ങാടി പോലീസിൽ വെട്ടാൻ ഉപയോഗിച്ച ആയുധവുമായി കീഴടങ്ങി. ശരീരമാസകലം വെട്ടേറ്റ കോയയെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമാണ്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. വെട്ട ന്യൂസ് പരപ്പനങ്ങാടി. ഒരാളും രോഗത്തിനു മുന്നിൽ നിസ്സഹായരാവരുത് എന്നതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് എടവണ്ണ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രികളുടെ അടിസ്ഥാന വികസനമായിരുന്നു ആർദ്ര മിഷൻ 1ാം ഘട്ടത്തിന്റെ ലക്ഷ്യമെന്നും എന്നാൽ ഈ സൗകര്യങ്ങളോടൊപ്പം തന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നതാണ് ആർദ്ര മിഷന്റെ 2ാം ഘട്ടം ലക്ഷ്യമിടുന്നത്. ഒരു പരിധിവരെ അത് നടപ്പാക്കാൻ സർക്കാരിന് സാധിച്ചു. ജനങ്ങൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുകയും അത് ലഭ്യമാക്കുകയും ചെയ്യുന്നതിനായുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ഗ്രാമീണ നഗര ഭേദമന്യേ എല്ലാവർക്കും ചികിത്സ ലഭ്യമാകുന്നതിനും പ്രാപ്യമാകുന്നതിനുമുള്ള ഇടപെടലുകളാണ് നമ്മൾ കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പതിറ്റാണ്ടുകളായിട്ടുള്ള കേരളത്തിൻ്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള മികച്ച സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത്. അതിൻ്റെ വേരുകൾ നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ നിയമനിർമ്മാണങ്ങൾ, വിദ്യാഭ്യാസം, സാർവത്രിക വിദ്യാഭ്യാസ നിയമം, ഭൂമിക്ക് മേലുള്ള അവകാശമുറപ്പിക്കുന്ന ഭൂപരിഷ്കരണ നിയമമൊക്കെ കേരള നിയമസഭ പാസ്സാക്കിക്കൊണ്ട് നമ്മൾ അതിലൂടെയൊക്കെ ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും ഒക്കെയാണ് മികച്ച ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും നമുക്കുണ്ടായിട്ടുണ്ട്. 15ാം ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാന്റിൽ ഉൾപ്പെടുത്തി 5.75 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. OP, ഫാർമസി, വിഷൻ സെന്റർ, അഡോളസൻസ് കൗൺസിലിംഗ് സെന്റർ, പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് എന്നീ സൗകര്യങ്ങൾ പുതിയ കെട്ടിടത്തിൽ സജ്ജമാക്കും. ആശുപത്രി പരിസരത്ത് നടന്ന ചടങ്ങിൽ PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റുക്കിയ ഷംസു, എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷ്,
ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്ലം, മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക, ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി.എൻ. അനൂപ്, ബ്ലോക്ക് BDO KS ഷാജു, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രദേശവാസികൾക്ക് വേണ്ടി സംഗീത വിരുന്നും സംഘടിപ്പിച്ചു. വെട്ട ന്യൂസ് മലപ്പുറം. പഞ്ചായത്തിന്റെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ്. അകമ്പാടം ഏതൻ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 40 വർഷത്തിനുള്ളിൽ 40,25 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കിയതെന്നും ആരോഗ്യ മേഖലയിൽ ഏറ്റവും മികച്ച രീതിയിൽ പദ്ധതികൾ നടപ്പാക്കിയതിന് ആർദ്രം പുരസ്കാരം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചു. 2018-19 പ്രളയത്തിൽപ്പെട്ട 34 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകി. ലൈഫ് ഭവന പദ്ധതിയിലൂടെ 360 വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയത്. 38 ലക്ഷം രൂപ ചെലവഴിച്ച് വഴിയോര വിളക്കുകൾ സ്ഥാപിക്കുകയും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സ്കൂൾ കെട്ടിട നിർമ്മാണവും പഞ്ചായത്ത് നടത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. മനോഹരൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ചാലിയാർ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ അവതരണമാണ് ഈ വികസന സെമിനാറുകളെ ലക്ഷ്യമിടുന്നത്. കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ഉണ്ടായി. കഴിഞ്ഞ 10 വർഷമായി തുടർന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ നോക്കാതെ വികസന പ്രവർത്തനങ്ങൾക്ക് നിർദ്ദേശ ലാഭം ഫണ്ടുകൾ കൊടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഫണ്ട് ലഭിച്ച ഒരു പഞ്ചായത്താണ് ചാലിയാർ. ചാലിയാർ പഞ്ചായത്തിൽ ഒരറ്റമായ മൈലാടി പാലം മുതൽ നായടംപോൽ നീണ്ടു കിടക്കുന്ന മലയോര ഹൈവേക്ക് 25 കോടി രൂപയാണ് സർക്കാർ വകയിരുത്തി. പഞ്ചായത്ത് സെക്രട്ടറി സുനിത പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സഹീൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാർഡ് മെമ്പർമാരായ PT ഉസ്മാൻ, മിനി മോഹൻദാസ്, വിശ്വനാഥൻ കല്ലേമ്പാടത്ത്, അബ്ദുൽ മജീദ് കാമ്പുക്കാടൻ, ഷെരീഫ് ആളുവളപ്പിൽ, ചാലിയാർ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി B. ഹരികൃഷ്ണൻ നായർ എന്നിവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് നിലമ്പൂർ. ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയർ 2ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം ഒക്ടോബർ 19 ഞായറാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കും. മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നിർമ്മാണ മേഖലയിലെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ട്രാക്കിന്റെ 2ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം ഒക്ടോബർ 19 ഞായറാഴ്ച തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ വെച്ച് നടക്കും. ചടങ്ങ് മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കുർക്കോളി മൊയ്തീൻ MLA, തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. ട്രാക്ക് സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുന്ന ചടങ്ങിൽ തിരൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് S. ഗിരീഷ്, അബ്ദുസലാം മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ടൂൾസ് റെന്റൽ അസോസിയേഷൻ ഫോർ കെയർ ട്രാക്ക് മലപ്പുറം ജില്ലാ സമ്മേളനം ഈ വരുന്ന ഞായറാഴ്ച ഒക്ടോബർ 19 തീയതി ചരിത്രമുറങ്ങുന്ന തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ നടക്കുകയാണ്. ജില്ലാ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട കായിക, ഹജ്ജ്, വഖഫ് വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ മുഖ്യ അതിഥികളായി തിരൂരിൻ്റെ ജനപ്രിയ MLA കുറിക്കോളി മൊയ്തീൻ, തിരൂർ ചെയർപേഴ്സൺ, മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ നസീമ എന്നിവർ മുഖ്യ അതിഥികളാവുന്നു. ട്രാക്ക് കുടുംബാംഗങ്ങളിലെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ വിദ്യാർത്ഥികളെ ട്രാക്ക് സംസ്ഥാന പ്രസിഡന്റ് സിദ്ദീഖ് കടന്നോലോട്ട് ഉപഹാരം നൽകി ആദരിക്കുന്നു. വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി സൈദലവി കളമ്പ്ര, പ്രസിഡന്റ് കുട്ടിമോൻ, സ്വാഗത സംഘം കൺവീനർ സുനിൽ തീയടത്ത്, സുധാകരൻ താന്നൂർ, അഷ്കർ അന്നാര, അജയകുമാർ, സുധീർ വെട്ടം, അനീഷ് BP അങ്ങാടി തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ് തിരൂർ. ടാസ് തിരൂരിന്റെ ഒക്ടോബർ മാസ പ്രോഗ്രാം ദീപാവലി ദിനത്തിൽ തിരൂർ തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിക്കും. സംഗീത സായാഹ്നവും കൈത്താങ്ങി വിതരണവും അമേച്ചർ നാടകവും തിങ്കളാഴ്ച വൈകുന്നേരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
എല്ലാ മാസവും കൈത്താങ് ചാരിറ്റി സേവനവും കലാസാംസ്കാരിക സദസ്സും ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ടാസ് തിരൂർ കൂട്ടായ്മയുടെ കലാവിരുന്ന്. സംഗീത സായാഹ്നവും കൈത്താങ് വിതരണവും പ്രശസ്ത സാഹിത്യകാരൻ OV വിജയന്റെ പ്രസിദ്ധമായ ചെറുകഥയെ ആസ്പദമാക്കി പ്രതിഭ ചെമ്മാട് അവതരിപ്പിക്കുന്ന കടൽ തീരത്ത് എന്ന അമേച്ചർ നാടകവും അരങ്ങേറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തിരൂർ തുഞ്ചൻ പറമ്പില് ആർട്ട് സൊസൈറ്റിയുടെ ആദ്യത്തെ നാടകമാണ് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എന്തെന്നാൽ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ OV വിജയന്റെ പ്രസിദ്ധമായ ചെറുകഥയായിട്ടുള്ള കടൽ തീരത്ത് എന്ന ഒരു കൊച്ചുകഥയുടെ നാടകാവിഷ്കാരമാണ് തുഞ്ചൻ പറമ്പിൽ അരങ്ങേറുന്നത്. എല്ലാ മാസങ്ങളിലും തിരൂർ ആർട്ട് സൊസൈറ്റി പാവപ്പെട്ട കലാകാരന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കൈത്താങ്ങും ഈ ഒരു അവസരത്തിൽ അവിടെ നടക്കും. അതുമാത്രമല്ല, തിരൂർ ആർട്ട് സൊസൈറ്റി അതിൻ്റെ കലാകാരന്മാർ അണിനിരക്കുന്ന ഒരു ഗാനമേളയും അതോടൊപ്പം തന്നെ അതിനുശേഷം കടൽ തീരത്ത് എന്ന അമച്ചർ നാടകവുമാണ് ഇപ്രാവശ്യം അരങ്ങേറുന്നത്. വാർത്താ സമ്മേളനത്തിൽ VV സത്യാനന്ദൻ, K ജയരാജ്, CK കുമാരൻ, KP കൃഷ്ണകുമാർ, സൂരജ് ഭാസുര, ഈശ്വർ തിരൂർ, EK സൈനുദ്ദീൻ, അശോകൻ വയ്യാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് തിരൂർ. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വാഹിദ ഉദ്ഘാടനം ചെയ്തു. നവംബർ 2 മുതൽ 7 വരെ കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഉപജില്ലാ കലോത്സവം നടത്തുന്നത്. കുറ്റിപ്പുറം AEO അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ഉപജില്ലാ കലോത്സവ സ്വാഗത സംഘ രൂപീകരണ യോഗം കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP വാഹിദ ഉദ്ഘാടനം ചെയ്തു. വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC നജ്മത്ത്, മാറക്കര പ്രസിഡന്റ് ഷെരീഫ ബഷീർ, ജില്ലാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ്, HM ഫോറം സെക്രട്ടറി പവിത്രൻ, N അബ്ദുൽ വഹാബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹെഡ്മാസ്റ്റർ S ദേവരാജൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് കൽപ്പകഞ്ചേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.